Hi friends, once again we are back in our spoken English class. ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസ് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പുതിയ എക്സ്പ്രഷൻസ് നല്ല രീതിയിൽ പഠിച്ച് സംസാരിക്കാം. അപ്പോൾ അതിനായി എല്ലാവരും റെഡിയാകുക. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ റെസ്റ്റ്ലെസ്നെസ്, അതായത് നമുക്ക് ഇരിക്കാൻ പറ്റാതെ ഇരിക്കപ്പുറതിയിലെന്ന് പറയില്ലേ, ആ രീതിയിലുള്ള അതിനെ റെസ്റ്റ്ലെസ്നെസ്സിനെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു പ്രയോഗം, അതാണ് ആൻഡ്സ് ഇൻ പാൻസ്. ആൻഡ്സ് ഇൻ പാൻസ്, അതായത് ഉറുമ്പ്. പാൻസിന്റെ ഒക്കെ ഉള്ളിൽ ഉറുമ്പ് വന്നിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും? നമുക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് റെസ്റ്റ്ലെസ്നെസ് കാണിക്കുന്ന രീതിയിലാണ് ആൻഡ്സ് ഇൻ പാൻസ്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ കുട്ടികളൊക്കെ നമ്മൾ പുതിയതായിട്ട് ക്ലാസ്സിലൊക്കെ വരുമ്പോഴേക്കും അവർ ആദ്യമൊന്നും ക്ലാസ്സിൽ അടങ്ങിയിരിക്കൂല അല്ലെ. അപ്പൊ നമ്മൾ അവരെ കാണുമ്പോഴേക്കും നമ്മൾ പറയും, ദ കിഡ്സ് ഹാവ് ants in pants as they cannot sit properly. The kids have ants in pants as they cannot sit properly. ഈ കുട്ടികൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്, ക്ലാസ്സിൽ ഇരിക്കാൻ തന്നെ അവർക്ക് പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ആൻസ് ഇൻ പാൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, കേട്ടില്ലേ? സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യത്തിൽ കേട്ടിട്ടില്ല. അതുപോലെ നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആകുമ്പോഴേക്കും നമുക്ക് ഒരു സ്ഥലത്തും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് ഇവിടെ കാണിക്കുന്നത്. I have ants in pants as I am very much excited. Okay, I have ants in pants as I am very much excited. ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയതുകൊണ്ട് എനിക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതാണ് ടേണിംഗ് പോയിന്റ് അല്ലെ. ഒരാളുടെ ജീവിതത്തിന് ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പ്രചോദനം കിട്ടിയിട്ട് ടേൺ ചെയ്ത് പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴിത്തിരിവ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതാണ് ടേണിംഗ് പോയിന്റ്. ടേണിംഗ് പോയിന്റ് വരുന്ന സെന്റൻസുകൾ നമുക്ക് നോക്കാം. ഗെറ്റിംഗ് എ ജോബ് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ഹിസ് ലൈഫ്. ഗെറ്റിംഗ് എ ജോബ് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ഹിസ് ലൈഫ്. അപ്പൊ ജോലി കിട്ടിയതാണ് അവന്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ്. ജോലി കിട്ടിയപ്പോഴേക്കും അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായി അല്ലെ, ഒരു പുതിയ വഴിയിലേക്ക് അവൻ പ്രവേശിച്ചു. അപ്പൊ ഗെറ്റിംഗ് ജോബ് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ഹിസ് ലൈഫ്. ആ ആക്സിഡന്റ് ആയിരുന്നു അവളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് എങ്ങനെ പറയും എന്ന് പറഞ്ഞു നോക്കിയേ. ഓക്കെ, ദാറ്റ് ആക്സിഡന്റ് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ഹെർ ലൈഫ്. ഓക്കെ, ദാറ്റ് ആക്സിഡന്റ് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ഹെർ ലൈഫ്. അടുത്ത ഒരു എക്സ്പ്രഷൻ ആണ് ഫ്രീ സ്പിരിറ്റ്. ഫ്രീ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്കറിയാം സ്പിരിറ്റ് ഉദ്ദേശിക്കുന്നല്ലേ ഒരു ആത്മാവ്. ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു അല്ലേ. അപ്പൊ എല്ലായിടത്തും ഇങ്ങനെ പറന്നു പോകാനായിട്ട് സാധിക്കും. അതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇൻഡിപെൻഡന്റ് പേഴ്സൺ. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാൾക്കല്ലേ ഇപ്പോഴും എല്ലായിടത്തും അയാൾക്ക് ഇഷ്ടമുള്ള പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് ഇവിടെ ഫ്രീ സ്പിരിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം. അവരുടെ മകൾ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. എങ്ങനെ പറയും? their daughter is a free spirit. Their daughter is a free spirit. അവൻ ഞങ്ങളുടെ സ്കൂളിലെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എങ്ങനെ പറയും? he was a free spirit in our school. he was a free spirit in our school. ഓക്കെ, കിട്ടിയല്ല? ഇതുപോലെ സെന്റൻസുകൾ ഉണ്ടാക്കുക. നെക്സ്റ്റ് വരുന്ന ഒരു എക്സ്പ്രഷൻ ആണ് ഡെവിൾസ് അഡ്വക്കേറ്റ്. ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പിശാചിന്റെ അഡ്വക്കേറ്റ് എന്നാണ്. പക്ഷെ ആ രീതിയിലല്ല ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു ഡിബേറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി വാദിക്കുന്നു. അപ്പൊ എതിർഭാഗം ഉണ്ടാവൂല, ആ ഭാഗത്തെ, അതായത് അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് സൈഡ് പിടിച്ച് വാദിക്കുന്ന ആളാണ് ഈ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഒരു പ്രോപ്പർ കാര്യത്തിന് വേണ്ടി വാദിക്കുന്നു. അപ്പൊ വേറൊരാള് അതിന്റെ ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് എന്ന് പറയുന്നത്, അപ്പൊ എഗെയിൻസ്റ്റ് ആയിട്ട് വാദിക്കുന്ന ആളെയാണ് ഇവിടെ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. മൈ ഫ്രണ്ട് ഓഫൻ പ്ലേസ് ഡെവിൾസ് അഡ്വക്കേറ്റ് ഇൻ ദ ക്ലാസ് റൂം. മൈ ഫ്രണ്ട് ഓഫൻ പ്ലേസ് ഡെവിൾസ് അഡ്വക്കേറ്റ് ഇൻ ദ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടുകാരൻ എപ്പോഴും ഈ
എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കാര്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അതായത് ഞാൻ നല്ലൊരു കാര്യം പറഞ്ഞാൽ അതിന്റെ എതിർഭാഗം പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ് എൻ്റെ ഫ്രണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. സോഫി പ്ലേഡ് ദ ഡെവിൾസ് അഡ്വക്കേറ്റ് ബൈ ആർഗ്യൂയിങ് ഫോർ നോട്ട് വെയറിംഗ് ഹെൽമെറ്റ്. ഓക്കെ, സോഫി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവള് ഡേവിൾസ് അഡ്വക്കേറ്റ് ആയിട്ട് പ്രവർത്തിച്ചു. എങ്ങനെയാണ് അവള് പ്രവർത്തിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് ധരിക്കരുത് എന്ന് പറയുന്ന ആ ഒരു സൈഡ് പിടിച്ചുകൊണ്ട് അവൾ വാദിച്ചു. അപ്പൊ അതായത് ഹെൽമെറ്റ് ധരിക്കണം എന്നുള്ള പോസിറ്റീവ് സൈഡിന് അതിന്റെ എതിരായിട്ടുള്ള ഹെൽമെറ്റ് ധരിക്കരുത് എന്ന് പറയുന്ന സൈഡിനെ അവൾ പിടിച്ചു വാദിച്ചുകൊണ്ടാണ് അവള് ഡേവിൾസ് അഡ്വക്കേറ്റ് ആയത് മാറി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സോഫി പ്ലേഡ് ദ ഡേവിൾസ് അഡ്വക്കേറ്റ് ബൈ ആർഗ്യൂയിങ് ഫോർ നോട്ട് വെയറിംഗ് ഹെൽമെറ്റ്. അടുത്തതാണ് ലിസൺ അറ്റന്റീവ്ലി. നമ്മൾ ശ്രദ്ധാപൂർവം ശ്രവിക്കുന്ന കാര്യത്തിന് അല്ലെങ്കിൽ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓൾ ഇയേഴ്സ്, എല്ലാ ചെവികളും, ഓൾ ഇയേഴ്സ്. അപ്പൊ ഈ ഓൾ ഇയേഴ്സ് എന്നുള്ള എക്സ്പ്രഷൻ എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാൻ നോക്കാം. ടെൽ മീ അബൌട്ട് ദ ഫസ്റ്റ് ഡേ അറ്റ് യുവർ ന്യൂ ജോബ്. ഐ ആം ഓൾ ഇയേഴ്സ്. അതായത് നിന്റെ ജോലിയിലെ ആദ്യത്തെ ദിവസത്തെ കുറിച്ച് നീ എന്നോട് പറയുക. ഐ എം ഓൾ ഇയേഴ്സ്. അതായത് നിന്റെ ജോലിയിലെ ആദ്യത്തെ ദിവസത്തെ കുറിച്ച് എന്നോട് പറയുക. ഞാൻ നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, മൊത്തമായും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ശ്രദ്ധാപൂർവം കേൾക്കുന്നു എന്നുള്ള അർത്ഥമാണ് ഇതിന്. അവൾ ചെയ്യേണ്ടത് എന്താണെന്ന് അവളോട് പറയുക. അവൾ ശ്രദ്ധാപൂർവം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി വേറൊരു എക്സ്പ്രഷനാണ് ഹോൾഡ് ടങ്. ഹോൾഡ് ടങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നാവിനെ നിയന്ത്രിക്കുക, അതായത് കീപ് ക്വയറ്റ് എന്നുള്ള അർത്ഥമാണ്. അതായത് നിശബ്ദനായിരിക്കുക. എന്തെങ്കിലും പറയേണ്ട സാഹചര്യങ്ങളിൽ അത് പറയാതെ നമ്മൾ സ്വയം നിയന്ത്രിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതിന്റെ സെന്റൻസുകൾ, അപ്പൊ ഇത് ഈ ടങ് എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം. ഈ ഒന്ന് നിശബ്ദനായിരിക്കുക എന്നെങ്ങനെ പറയും? നമ്മൾ സാധാരണ കീപ് ക്വയറ്റ് എന്ന് പറയും. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് പറയും? പ്ലീസ് ഹോൾഡ് യുവർ ടങ്. നിനക്ക് നിശബ്ദനായിരിക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണോ? എങ്ങനെയും ബുദ്ധിമുട്ടായിരുന്നു. നിനക്ക് നിശബ്ദനായിരിക്കുന്നത് ഇത്ര ബുദ്ധിമുട്ടായിരുന്നു. വാസ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഹോൾഡ് യുവർ ടങ്? ഉച്ചത്തിൽ അലറി വിളിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ നിശബ്ദത പാലിച്ചു. അപ്പൊ അതിനെങ്ങനെ പറയും? ഐ വാണ്ടഡ് ടു സ്ക്രീം ബട്ട് ഐ ഹെൽഡ് മൈ ടങ്. ഹെൽഡ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഹോൾഡിന്റെ പാസ്റ്റ് ആണ് ഹെൽഡ്. വേറൊരു എക്സ്പ്രഷൻ ആണ്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പരത്തി പറയുന്നതിന് പകരം നമ്മളതിനെ ചുരുക്കി ചുരുക്കമായിട്ട് പറയുന്ന ആ ഒരു രീതി. അപ്പൊ ഇൻ എ നട്ട്ഷെൽ എന്നാണ് അതിനെ പറയുന്നത്. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ പോയിന്റിലേക്ക് വരിക. അതിനാണ് ഇൻ എ നട്ട്ഷെൽ. അപ്പൊ ഇൻ എ നട്ട്ഷെൽ എന്നുള്ള ആ പ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ എ നട്ട്ഷെൽ ഐ ഷുഡ് ഗെറ്റ് എ ജോബ്. ചുരുക്കി പറഞ്ഞാൽ എനിക്കൊരു ജോലി കിട്ടണം. ഇൻ എ നട്ട്ഷെൽ ഐ ഷുഡ് ഗെറ്റ് എ ജോബ്. ഈ പരീക്ഷ കഴിഞ്ഞ ശേഷം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ റിസൾട്ട് വന്നില്ല. അപ്പൊ അത് പറയണ എങ്ങനെയാണ്? ഇൻ എ നട്ട്ഷെൽ ദ റിസൾട്ട് വാസ് നോട്ട് ലൈക്ക് വി എക്സ്പെക്റ്റഡ്. ഇൻ എ നട്ട്ഷെൽ ദ റിസൾട്ട് വാസ് നോട്ട് ലൈക്ക് വി എക്സ്പെക്റ്റഡ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു റിസൾട്ട്. ഇനി ഓൺ എഡ്ജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്രമമില്ലാതെ, ഇപ്പൊ വിശ്രമിക്കാൻ സാധിക്കുന്നില്ല, അൺഏബിൾ ടു റെസ്റ്റ്, എനിക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇവിടെ ഓൺ എഡ്ജ് എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പൊ ഓൺ എഡ്ജ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നോക്കാം. ഇന്റർവ്യൂവിന് മുമ്പ് അവന് റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് കാണിക്കുന്നതിന് ഈ ഓൺ എഡ്ജ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഹി വാസ് ഓൺ എഡ്ജ് ബിഫോർ attending the interview. He was on edge before attending the interview. എനിക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, he was on edge before the interview. He was on edge before the interview എന്ന് പറഞ്ഞാലും മതി. ഫൈനൽ എക്സാമിന് മുമ്പ് സ്റ്റുഡൻസ് എല്ലാവരും ഭയങ്കരമായിട്ട് ഇതുപോലെ unable to relax എന്നുള്ള അവസ്ഥയിലായിരുന്നു. അതെങ്ങനെ പറയും? Before the exam
The students were on edge. Okay. അല്ലെങ്കിൽ the students were on edge before the exam. The students were on edge before the exam. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമല്ലോ, അത് നമ്മൾ പറയും എന്താണ്, നമ്മൾ ഇപ്പോൾ ഓൺലൈൻ ആപ്പിലൊക്കെ കാണാൻ പറ്റും വിഷ് ലിസ്റ്റ് എന്ന് പറയും അല്ലെ. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, വിഷ് ലിസ്റ്റ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ്, അതാണ് വിഷ് ലിസ്റ്റ്. വിഷ് ലിസ്റ്റ് എന്ന് പറയുന്നതിന് നമുക്ക് വേറൊരു എക്സ്പ്രഷൻ ഉണ്ട്, ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയും. അപ്പൊ ഈ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് കുറച്ച് സെന്റൻസുകളൊന്ന് ഉണ്ടാക്കി നോക്കിയേ. കൂടുതൽ ഐറ്റംസ് നിങ്ങളുടെ വിഷ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക അന്നെങ്ങനെ പറയും? ആഡ് മോർ ഐറ്റംസ് ടു യുവർ ബക്കറ്റ് ലിസ്റ്റ്. ആഡ് മോർ ഐറ്റംസ് ടു യുവർ ബക്കറ്റ് ലിസ്റ്റ്. നിങ്ങളുടെ വിഷ് ലിസ്റ്റിൽ കൂടുതൽ ഐറ്റംസ് ആഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് അവളുടെ വിഷ് ലിസ്റ്റിലെ ആദ്യത്തെ ഐറ്റം. അങ്ങനെ പറയും. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് ഐറ്റം ഇൻ ഹർ ബക്കറ്റ് ലിസ്റ്റ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഐറ്റം ഇൻ ഹർ ബക്കറ്റ് ലിസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പുതിയതായിട്ട് 9 പല പല രീതിയിലുള്ള എക്സ്പ്രഷൻസ് പഠിച്ചു. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ സംസാരത്തിൽ ഈ 9 എക്സ്പ്രഷൻസും പല പല ഘട്ടങ്ങളിലായിട്ട് ഉപയോഗിച്ച് പഠിക്കണം. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.